പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. മിഡീവൽ ഇന്ത്യ, ദ സെൻറ്റേഴ്സ് ഓഫ് പവർ, അതായത് മധ്യകാല ഇന്ത്യ, അധികാര കേന്ദ്രങ്ങൾ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന രാജവംശത്തെക്കുറിച്ചും അവരുടെ ഭരണാധികാരികളെക്കുറിച്ചും അവരുടെ ഭരണത്തെക്കുറിച്ചുമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് മധ്യകാലഘട്ടം എന്ന് നോക്കണം. മധ്യകാലഘട്ടം 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഇന്ത്യ ചരിത്രത്തിൽ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. CE നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് പൊതുവെ മിഡീവിയൽ പീരീഡ് അഥവാ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. ഈ മധ്യകാലഘട്ടത്തിൽ നമ്മുടെ ഭരണാധികാരികൾ പൊതുവെ ഭരണകേന്ദ്രമായി മാറ്റിയിരുന്നത് ഡൽഹിയായിരുന്നു. അതിന് കുറച്ച് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങൾ ഡൽഹിക്കുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൽഹിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്താണ്, അതായത് ഡൽഹിയെ അധികാര കേന്ദ്രമായി തിരഞ്ഞെടുക്കുവാൻ ഭരണാധികാരികളെ പ്രേരിപ്പിച്ച ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ എന്തൊക്കെ, അതാണ് നമ്മൾ ആദ്യം ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്രോസ് ദ ടോപ്പോഗ്രഫി ഓഫ് ഡൽഹി, ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ. ഒബ്സർവ് ദ മാപ്പ് ഗിവൺ ബിലോ. വാട്ട് ഓൾ ഇൻഫർമേഷൻ ക്യാൻ യു ഗ്യാദർ ഫ്രം ഇറ്റ്, അതായത് നമുക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. ഈ മാപ്പിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാം ഡൽഹി മാപ്പിൽ നോക്കിയാൽ നമുക്ക് നോക്കാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിനിലാണ് നമ്മുടെ ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. You have seen that Delhi is situated in the Indo-Gangetic Plain. സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. The fertility of the region has been favorable for agricultural progress. ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ഠത കാർഷിക പുരോഗതിക്ക് സഹായകമായി, അതായത് ഈ പ്രദേശത്തെ മണ്ണ് കൃഷിക്ക് വളരെയധികം സ്യൂട്ടബിൾ ആയിരുന്നു. The fertility of the region has been favorable for agricultural progress. Observe the location of Aravalli mountain ranges marked on the map. നമുക്ക് ഈ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയോട് ചേർന്ന് ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് കാണാം, അതായത് ആരവല്ലി പർവ്വതനിരകൾ നമുക്ക് കാണാം ഡൽഹിയുടെ ഒരു വശത്തായിട്ട്. ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ഉള്ളത് കൊണ്ടും നമ്മുടെ ഡൽഹിക്ക് ഒരുപാട് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉണ്ട്. അതായത് ദ മൗണ്ടൻ റേഞ്ചസ് ഹെൽപ്പ് ഡൽഹി ടു റെസിസ്റ്റ് ദ ഇൻവേർഷൻ ഓഫ് എനിമീസ്, അതായത് ഈ പർവ്വതനിരകൾ ആരവല്ലി പർവ്വതനിരകൾ ഉള്ളതുകൊണ്ട് ശത്രുക്കളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഡൽഹിയെ സഹായിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ ആക്രമണം ഒരുപാട് തടഞ്ഞിരുന്നത് ഈ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് ഡൽഹിക്ക് സമീപത്തുള്ളത് കൊണ്ടാണ്. ദ മാസീവ് റോക്സ് ഓഫ് ദിസ് മൗണ്ടൻ റേഞ്ചസ് സപ്ലൈഡ് ദ സ്റ്റോൺസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫോർട്ട്സ് ആൻഡ് ബിൽഡിങ്സ്. ആരവല്ലി പർവ്വതനിരകളിലെ പാറക്കൂട്ടങ്ങളിൽ നിന്ന് കോട്ടകളുടെയും കെട്ടിടങ്ങളുടെയും നിർമ്മാണത്തിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കാനും കഴിഞ്ഞു. The river Yamuna facilitated water transportation and ensured enough water supply for Delhi. അതുപോലെ തന്നെ യമുന നദി ജലഗതാഗതത്തെ സഹായിച്ചതിനോടൊപ്പം ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തുകയും ചെയ്തു. അപ്പോൾ the river Yamuna facilitated water transportation and ensured enough water supply for Delhi. ജലഗതാഗതത്തെയും സഹായിച്ചു, അതുപോലെ തന്നെ ഡൽഹിക്ക് ആവശ്യമായ ജലം ഉറപ്പുവരുത്തുകയും ചെയ്തു യമുന നദി ഉള്ളതുകൊണ്ട്. It was these geographical features that attracted the rulers to Delhi. ഇത്രയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ഭരണാധികാരികളെ ഡൽഹിയിലേക്ക് ആകർഷിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഡൽഹിയെ ഭരണാധികാരികൾ ഭരണകേന്ദ്രമായി തിരഞ്ഞെടുക്കാൻ ഉള്ള കാരണങ്ങളെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഡൽഹി ആസ് എ സീറ്റ് ഓഫ് പവർ, ഡൽഹി അധികാര കേന്ദ്രം. ഇനി ഡൽഹി അധികാര കേന്ദ്രമായി ഉള്ള ഭരണമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇറ്റ് വാസ് അണ്ടർ ദ തോമർ കിങ്സ് ഹൂ വെർ രജപുത്സ് ദാറ്റ് ഡൽഹി ഫസ്റ്റ് ബിഗെയിം എ സീറ്റ് ഓഫ് പവർ ഇൻ CE 8th century. CE 8ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. അതായത് നമ്മളെ ആദ്യമായിട്ട് ഡൽഹിയെ ഭരണകേന്ദ്രമായി മാറ്റിയത് തൊമര രാജാക്കന്മാരായിരുന്നു. തൊമര രാജാക്കന്മാരാണ് ആദ്യമായി നമ്മൾ ഡൽഹിയെ അധികാര കേന്ദ്രമായി മാറ്റിയത്.
ഡൽഹി വാസ് നോൺ ആസ് ദില്ലിക ഫോളോയിങ് ദ തോമേഴ്സ്. അക്കാലത്ത് ദില്ലിക എന്നാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത്. തോമര രാജാക്കന്മാരുടെ കാലത്ത് ദില്ലിക എന്ന പേരിലാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത്. The Chauhan dynasty ruled Delhi. പൃഥ്വിരാജ് ചൗഹാൻ വാസ് ദ ലാസ്റ്റ് കിങ് ഓഫ് ചൗഹാൻ ഡൈനാസ്റ്റി. അതായത് തോമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവർ ഡൽഹിയിൽ ഭരണാധികാരികളായി മാറി. അപ്പോൾ തോമര രാജാക്കന്മാർക്ക് ശേഷം പിന്നെ ഭരണത്തിന് വന്നത് ചൗഹാൻ ഡൈനാസ്റ്റി, ചൗഹാൻ രാജവംശമായിരുന്നു. അതിലെ അവസാന രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ വാസ് ദ ലാസ്റ്റ് കിങ് ഓഫ് Chauhan dynasty. Muhammad of Ghor at the present Afghanistan defeated Prithviraj Chauhan and established his domination over Delhi. ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്ന പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി ഘോർ അതായത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത്, ഘോറിലെ മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാനെ കീഴടക്കി മുഹമ്മദ് ഘോറിലെ ഭരണം ഡൽഹി കീഴടക്കി. അപ്പോൾ ആദ്യം തോമര രാജാക്കന്മാരായിരുന്നു ഡൽഹി ഭരിച്ചിരുന്നത്. അതിനുശേഷം ചൗഹാൻ ഡൈനാസ്റ്റി, അതിനുശേഷം മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ സേനാനായകനായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്. ഖുത്ബുദ്ദീൻ established his rule in with Delhi is a city. ശേഷം 1206 ഖുത്ബുദ്ദീൻ ഐബക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. This dynasty is known as or slave dynasty. വംശം മാംലുക് വംശം അഥവാ അടിമവംശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഖുത്ബുദ്ദീൻ ഐബക്കാണ് അടിമവംശം സ്ഥാപിച്ചത്. For major dynasties ruled Delhi after the decline of Mamluk dynasty and their rule last until CE 1526. വേറെ 4 രാജവംശങ്ങൾ ഡൽഹി ആസ്ഥാനം നടത്തിയിരുന്നു. അതായത് അടിമവംശത്തിന് ശേഷം 4 രാജവംശങ്ങൾ കൂടി ഡൽഹിയെ ഭരിച്ചിരുന്നു. അതായത് 1520 CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. Dynasties the rule is last until CE 1526. The rulers of Delhi between CE 1206 and CE 26 are known as sultans, and the period of this region is known as Sultanate period. 1206 മുതൽ CE 1500 ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ സൽത്താനത്ത് കാലം എന്നും അറിയപ്പെട്ടിരുന്നു. ഇനി നമുക്ക് ഒരു നോക്കാം. 4 രാജഭരണങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മാംലുക് ഡൈനാസ്റ്റി അഥവാ സ്ലേവ് ഡൈനാസ്റ്റി. അതിൽ പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്, ഇൽതുമിഷ്, ബാൾബൻ. അപ്പോൾ മാംലുക് ഡൈനാസ്റ്റി അഥവാ സ്ലേവ് ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക്, ഇൽതുമിഷ്, ബാൾബൻ. മാംലുക് ഡൈനാസ്റ്റിക്ക് ശേഷം വന്നതാണ് ഖൽജി ഡൈനാസ്റ്റി. ആ ഖൽജി ഡൈനാസ്റ്റിയിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. ഖൽജി ഡൈനാസ്റ്റിക്ക് ശേഷം തുഗ്ലക് ഡൈനാസ്റ്റി. തുഗ്ലക് ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി റൂളേഴ്സായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. തുഗ്ലക് ഡൈനാസ്റ്റിക്ക് ശേഷം വന്നതാണ് സയ്യിദ് ഡൈനാസ്റ്റി അഥവാ സയ്യിദ് വംശം. സയ്യിദ് വംശത്തിലെ പ്രധാനപ്പെട്ട റൂളറായിരുന്നു ഖിസിർ ഖാൻ. അതിനുശേഷമാണ് ലോധി ഡൈനാസ്റ്റി, ലോധി വംശം. ലോധി വംശത്തിലെ പ്രധാന ഭരണാധികാരി ഇബ്രാഹിം ലോധി ആയിരുന്നു. നമുക്ക് ഈ ഫ്ലോ ചാർട്ട് കണ്ടാൽ നമ്മുടെ ആ രാജവംശവും പ്രധാനപ്പെട്ട ഭരണാധികാരികളെ മനസ്സിലാക്കാൻ പറ്റും. മാംലുക് ഡൈനാസ്റ്റി അഥവാ സ്ലേവ് ഡൈനാസ്റ്റി, അതിനുശേഷം ഖൽജി ഡൈനാസ്റ്റി, തുഗ്ലക്, സയ്യിദ് ആൻഡ് ലോധി. മാംലുക് വംശം, ഖൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം ആൻഡ് ലോധി വംശം.